നമ്മളെ സ്വന്തം ക്യാഷ് എടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന വണ്ടി നമ്മുടെ ബന്ധുക്കോ കൂട്ടുകാർക്കോ കൊടുക്കേണ്ട അധികാരം നമുക്കില്ലെന്ന് പറയുന്നേക്കാൾ എൻ്റെ അനിയന് വണ്ടി ചോദിച്ചാൽ കൊടുക്കണ്ട. കാരണം ഞാനാണ് ഇതിൻ്റെ RC ഓണർ. എൻ്റെ കാറ് എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രി കൊണ്ടുപോകണം എങ്കിൽ ഞാൻ തന്നെ ഓടിച്ചോണ്ട് പോകണം. ഗൈസ്, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ ഇനി മുതൽ RC ഓണർ മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്നാണ് പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. എന്ന് വെച്ചാൽ വണ്ടി ഉള്ളവന്മാർ മാത്രം ഓടിച്ചാൽ മതി എന്ന് പച്ച മലയാളത്തിൽ പറയാം. ഞാൻ ഇപ്പോൾ പുറത്തോട്ട് പോയി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നേ, അമ്മ പാസം വല്ലതും മൂത്ത് ഈ വണ്ടി ഇപ്പോൾ അമ്മയുടെ പേരിലെല്ലാം എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അമ്മേനെ കൊണ്ട് ഓടിപ്പിച്ചിട്ട് ഞാൻ ബാക്കിരിക്കേണ്ടി വന്നേനെ. എന്തായാലും കൊള്ളാം, നമുക്ക് കുറച്ച് നേരം ഇനി അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് എന്നിട്ട് പോവാം. എനിക്ക് എന്തായാലും ഒന്ന് പുറത്ത് വരെ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് പറയാൻ തോന്നുന്നു. കാരണം ഇപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റിയാണ് റിയാക്ട് ചെയ്യുന്നത്. RC ഓണർ മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ RC ബുക്കിൽ ആരെ പേരാണുള്ളത് അയാൾ മാത്രമേ ആ വണ്ടി ഓടിക്കാവൂ. അല്ലാതെ ആരുടെയെങ്കിലും കൈ വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിഴ ഈടാക്കുമെന്നാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരു നോർമൽ വീടിൻ്റെ കാര്യം നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ മിക്കുള്ള വീടുകളിലും ചിലപ്പോൾ ഒരു സ്കൂട്ടി കാണും. കുറച്ചുകൂടെയൊക്കെ സാമ്പത്തികമുള്ള വീടാണെങ്കിൽ ചിലപ്പോൾ പയ്യന്മാർക്ക് ഒരു ബൈക്ക് കാണും, അല്ലെങ്കിൽ ഒരു കാറൂടെ കാണും. അതിൽ കൂടുതൽ കാണാൻ ചാൻസ് ഇല്ല. ഇവർ പറയുന്ന നിയമം വെച്ചാണെങ്കിൽ 4 പേരുള്ളൊരു വീടാണെങ്കിൽ മിനിമം 4 സ്കൂട്ടർ വേണം. കാറുണ്ടെങ്കിലും അതേപോലെ 4 കാറുണ്ടെങ്കിലേ ഒരു നോർമൽ ഫാമിലിക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റുമെന്നാണ്. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ഈ ബൈക്ക് മാത്രമേ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു 2 വീലറായിട്ടുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ അനിയനുമെല്ലാം ഈ ഒരു വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ പിള്ളേരും കൈയും കാലൊക്കെ പിടിച്ചായിരിക്കും ഒരു ബൈക്ക് എടുക്കുന്നത്. അപ്പോൾ അനിയനും ചേട്ടനും ഒക്കെ ചേർത്തായിരിക്കും ഒരു ബൈക്ക് എടുത്ത് കൊടുക്കുന്നത്. ഈ ഒരു നിയമം വെച്ചാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ബൈക്ക് എൻ്റെ അനിയൻ ഓടിച്ചുകൊണ്ട് പോയാൽ പിടിക്കും, അനിയൻ്റെ ബൈക്ക് ഞാൻ ഓടിച്ചുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടും പിടിക്കും. പിന്നെ ഈ ഒരു കാര്യം പ്രശ്നം എവിടെയാണ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു കാറെന്ന് വിചാരിക്കട്ടെ, കാറ് അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയണം? കാറ് തരാൻ പറ്റൂലെന്ന് പറയണം. അപ്പം തന്നെ ആ ഒരു ബന്ധം അവിടെ ക്ലോസ് ആവുകയാണ്. പിന്നെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിലും ഇപ്പോൾ എൻ്റെ കാറ് എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രി കൊണ്ടുപോകണം എങ്കിൽ ഞാൻ തന്നെ ഓടിച്ചോണ്ട് പോകണം. വേറെ ആരെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ അതിന് പോകണ വഴിക്ക് എന്നെ വീണ്ടും പിടിച്ച് എനിക്ക് വീണ്ടും പെറ്റിയടിച്ച് തരും. അതേപോലെ തന്നെ ഈ ഒരു ബൈക്കിൽ ഞാൻ കൂടുതൽ സമയത്ത് 2 പേരായിട്ടാണ് പോകാറ്. അപ്പോൾ മാറി മാറിയൊക്കെ ഓടിക്കും. എന്നെ കൊണ്ട് ഈ ബൈക്ക് ഒരു 100-150 കിലോമീറ്റർ കൂടുതൽ ഒറ്റ ഫ്രച്ചിൽ ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും മാറി മാറി ആയിരിക്കും ഓടിക്കുന്നത്. ഈ അതിൽ കൂടുതൽ ഓടിക്കാൻ പറ്റില്ല. ഈ ഒരു നിയമത്തിൽ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ RC ബുക്കിലുള്ള വണ്ടി നമ്മൾ മാത്രമേ ഓടിക്കുമെന്നാണ്. ഇപ്പോൾ സാമ്പത്തിക ലാഭത്തിനൊക്കെ വേണ്ടി റെൻറ്റിനൊക്കെ കൊടുക്കുന്നവരെ ശിക്ഷിക്കാം. ഇന്നും പറഞ്ഞ് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്നൊരു ബൈക്ക് നമ്മുടെ കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ നമ്മളെ കൂട്ടുകാർക്കോ കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് കുറച്ച് തെണ്ടിത്തരായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. എനിക്കെന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളും ആദ്യ സമയത്ത് ബൈക്കൊക്കെ ഇല്ലാത്ത സമയത്ത് ഫ്രണ്ട്സിൻ്റെ ബൈക്കൊക്കെയാണ് ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ തിരിച്ച് ബൈക്ക് ചോദിക്കുമ്പോൾ കൊടുക്കത്തില്ല എന്ന് പറയുന്നതോടെ ആ ഒരു ബന്ധം തീരും. പിന്നെ കേരളത്തിൻ്റെ കാര്യം അറിയാമല്ലോ, കപ്പലിൻ്റെ കേസിനും ലേസ് കൊടുക്കാത്തതിനൊക്കെ അടിയാവുന്ന സ്ഥലമാണ്. അപ്പോഴത്തേക്ക് വണ്ടി ചോദിച്ച് കൊടുക്കാത്തതിനായിരിക്കും പിന്നെ അടുത്ത അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. എൻ്റെത് വെച്ച് ഇനി കൊല്ലത്തോട്ട് പോകുന്ന അത്ര സേഫായിട്ടുള്ള കാര്യം പോലും അല്ല. തൊട്ടേനും പിടിച്ചതിനൊക്കെ അടിയായിരിക്കും. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ഇപ്പോൾ അത്യാവശ്യമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പോകാൻ നേരത്തായിരിക്കും നമ്മുടെ അടുത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ കൊടുക്കില്ല എന്ന് പറയാൻ വേണ്ടി ആർക്കായാലും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ അത് പറഞ്ഞേ പറ്റൂ, വേറെ നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ല. പിന്നെ ഇതുകൊണ്ട് ആക്സിഡൻസ് ഒക്കെ ഒഴിവാകില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തായാലും ആക്സിഡൻസും കാര്യമൊന്നും ഒഴിവാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കാർ പോകണമെങ്കിൽ തന്നെ വണ്ടി മാറി മാറി ആയിരിക്കും ഓടിക്കുന്നത്. ഈ ഒരു സെനേറിയോ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം. അപ്പോൾ ലോങ്ങൊക്കെ പോകാൻ നേരത്ത് മാറി മാറി ഓടിക്കുന്നതാണ് എന്തായാലും സേഫ്. ഈ ഒരു നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. RC ഓണർ തന്നെ ഫുൾ ഓടിക്കണം. അപ്പോഴല്ലേ കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാവാൻ ചാൻസ്. ആരാലും കുറച്ച് ഓടിക്കുമ്പോഴേ തളരും. പിന്നെ ഒരു മാറി ഓടിക്കേണ്ട ഒരു ഓപ്ഷൻ തന്നെ നശിപ്പിക്കുകയാണ്. പിന്നെ ഈ നിയമങ്ങളൊക്കെ ഇറക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ 4 പേരുണ്ടെങ്കിൽ 4 വണ്ടിയൊക്കെ എടുക്കേണ്ട ഒരു സോഴ്സ് ഓഫ് ഇൻകം കാണും. പക്ഷെ അതേപോലെ അല്ല. ഇന്ത്യ ഈസ് മെനി തിങ്സ് ബട്ട് നോട്ട് സ്റ്റിൽ എ റിച്ച് കൺട്രി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വീട്ടിലും പിന്നെ ഇതേപോലത്തെ റോഡാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഒരു വണ്ടി ഓടിക്കുന്നതിനും ഒരു ലിമിറ്റേഷനും തളർച്ചയൊക്കെ ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ കിലോമീറ്ററിന് അപ്പുറത്തോട്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോണവർക്കായാലും മാറി മാറി ഓടിക്കേണ്ടി വരും. അല്ലാതെ എൻ്റെ വണ്ടി ഇത് സത്യം പറഞ്ഞാൽ ഒരു സെൽഫിഷ് പരിപാടിയാണ്. ഇത് യൂസ് ആവണമെന്ന് ചിലവന്മാരുണ്ട്. സ്വന്തമായിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആർക്കും കൊടുക്കരുതെന്നുള്ള മനസ്സുള്ളവന്മാർ, അവർക്കാണെങ്കിൽ ഈ നിയമം ഒരു സ്വർഗം പോലെ ആയിരിക്കും. കാരണം അവന്മാർക്ക് കൊടുക്കാതിരിക്കാനുള്ള പ്രത്യേകിച്ചൊരു കാരണമായി ഫൈൻ കിട്ടുമെന്നുള്ളത്. പിന്നെ ഇത് റിച്ചായിട്ടുള്ളവരെ ബാധിക്കും. മിക്കുള്ളവരും ഡ്രൈവേഴ്സൊക്കെ വെച്ചായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഇനി മുതൽ അതും പറ്റില്ല. പക്ഷേ നമ്മളൊരു വണ്ടി ഇപ്പോൾ ആർക്കെങ്കിലും കൊടുത്തു വിടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. അതൊന്നും കുഴപ്പമില്ലെങ്കിലും ഇത്
കുറച്ച് ഒരു മൂഞ്ചിയ നിയമം എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരു നിയമം പ്രാവർത്തികമാക്കുകയാണെങ്കിലും ഇത് കറക്റ്റ് പാലിക്കുന്ന ആൾക്കാരെണ്ണം കുറവായിരിക്കും. കാരണം ഒരു വീട്ടിൽ തന്നെ 4 വണ്ടിയൊക്കെ എടുക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ പോലീസ് പിടിക്കുമ്പോഴത്തേക്ക് പയ്യന്മാരായാലും ലൈസൻസ് ഉണ്ടായാലും ഇനി മുതൽ വെട്ടിച്ചോടുന്ന പരിപാടികളൊക്കെ നടക്കും. കാരണം വലിയ ഫൈനായിരിക്കും അടയ്ക്കാൻ പോകുന്നത്. ആ ഫൈൻ പേടിച്ച് ഒരാൾക്ക് ഓരോ വണ്ടി വെച്ച് എടുത്ത് കൊടുക്കുക എന്നുള്ളതും അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ഭാഗ്യത്തിന് വണ്ടി അമ്മ പശു മൂത്ത് അമ്മയുടെ പേരിലൊന്നും എടുത്തില്ല. എങ്കിൽ പിന്നെ എനിക്കിപ്പോൾ പണി കിട്ടിയേനെ. അമ്മേനെ ഓടിപ്പിച്ചിട്ട് ഞാൻ ബേക്ക് ഇരിക്കേണ്ടി വന്നേനെ. പിന്നെ ഇപ്പോൾ മുതിർന്ന ആൾക്ക് വീട്ടിൽ കാറൊക്കെ ഉള്ളവരായാലും മിക്കുള്ളവരും അവരുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തുള്ള അമിതമായ സ്നേഹം കൊണ്ട് വണ്ടിയൊക്കെ അവരെയൊക്കെ പേരിലായിരിക്കും എടുക്കുന്നത്. മിക്കുള്ളവർക്കും പൈസ അവർക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയില്ല. അപ്പോൾ വീട്ടിലെ മക്കളൊക്കെ തന്നെ ആയിരിക്കും ഓടുന്നത്. അവർക്കും പണി കിട്ടും. ഒരു വലിയ പോർഷൻ ആൾക്കാർക്ക് തന്നെ പണി കിട്ടും. പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇങ്ങനൊരു നിയമം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തിരക്കണം. ഞാൻ തിരക്കിയിട്ട് ഇങ്ങനൊരു നിയമം ഇല്ല. പിന്നെ അതിനെപ്പറ്റി അറിയാത്ത കാര്യത്തിൽ കൂടുതൽ പറഞ്ഞ് ഊക്ക് വാങ്ങിക്കാൻ എനിക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ ഒരു നിയമം കൊണ്ട് ആരൊക്കെ അഫക്റ്റ് ആവും അങ്ങനത്തെ കാര്യം ഓരോ സെനോറിയോസും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കാറുള്ള വീടായാലും അത്യാവശ്യം സാമ്പത്തികമുള്ള വീടായാലും ഒരു വീട്ടിൽ കൂടിപ്പോയി 2 കാറ് കാണും. പക്ഷെ 4 പേര് വീട്ടിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനത്തെ കാലിലൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കാര്യത്തിലൂടെ ക്ലാരിഫിക്കേഷനൊക്കെ തരണം. എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ട്? കാരണം എങ്ങനെ ഓടിച്ചാലും ഫൈൻ കിട്ടും. നമ്മുടെ വണ്ടി ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് ഒരു വണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ ആ ഒരു നമ്മുടെ തമ്മിലുള്ള ബന്ധം അവിടെ തീരുകയാണ്. കൂട്ടുകാരൻ എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് ഒരു വണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ ആ ഒരു നമ്മുടെ തമ്മിലുള്ള ബന്ധം അവിടെ തീരുകയാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിന് കുറച്ച് കുത്തിത്തിരിപ്പ് വശങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ വീടിന് തന്നെ അടുത്ത ആരെങ്കിലുമൊക്കെ വയ്യാതായി അമ്മേനെ ആശുപത്രി കൊണ്ടുപോകാൻ കാറൊന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല എന്ന് പറയാനേ നിർവാഹമുള്ളൂ. ആ ഒരു രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ കൊല്ലം എന്നുള്ള ജില്ല തന്നെ ഇനി കാണാൻ ചാൻസ് ഇല്ല. അപ്പം ഒരു ലേസിന് വേണ്ടിയും മറ്റേ പരിപാടിക്കും എല്ലാം അടികൊള്ളുന്ന ടീമാണ്. ഇനിയിപ്പോൾ അവിടെ അടി ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് എന്ത് വണ്ടി ചോദിച്ചാൽ കൊടുത്തില്ലെന്നുള്ളത്. പിന്നെ ഇതിൽ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയുള്ളവർ മാത്രം വണ്ടി ഓടിച്ച് പഠിച്ചാൽ മതി എന്നാണ്. അത് സത്യം പറഞ്ഞാൽ നല്ല തെണ്ടിത്തരമാണ്. കാരണം എല്ലാവർക്കും വണ്ടി എടുക്കാൻ പൈസ ഒന്നുമില്ല. ഞാനും എൻ്റെ വണ്ടി ഇല്ലാത്ത സമയത്ത് ഫ്രണ്ട്സിൻ്റെ വണ്ടിയൊക്കെ തന്നെയാണ് ഓടിച്ചിട്ട് നടന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി അറിയാൻ പറ്റും. ലൈസൻസ് ഉള്ള ഭൂരിഭാഗം പേർക്കും വണ്ടി കാണില്ല. ഈ ലൈസൻസ് എടുക്കുന്നത് തന്നെ ആരെങ്കിലുമൊക്കെ വണ്ടി എവിടെയൊക്കെ പോകുമ്പോൾ ഓട്ടിക്കാനായിരിക്കും. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലീസൊക്കെ ഉള്ള പയ്യന്മാർ ബൈക്കൊക്കെ എടുക്കുന്നത് തന്നെ. വണ്ടിയില്ലാത്തവർ ഓട്ടിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് എടുക്കേണ്ട ആവശ്യം പോലും അവിടെ വരുന്നില്ല. ഈ ഒരു നിയമങ്ങളൊക്കെ എന്ന് മാറും എങ്ങനെ മാറുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഒരു നിയമം എന്തുമാത്രം പാലിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടാനേ ചാൻസ് ഉള്ളൂ. കാരണം ഒറ്റ പറ്റി തന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വണ്ടി ഓടിക്കേണ്ട വരും. മാറി മാറി ഓടിക്കേണ്ട ഇതില്ല. പിന്നെ ഒരു വീട്ടിൽ എന്തായാലും 4 വണ്ടി എടുക്കുന്നത് നടക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പിടിക്കാൻ നേരത്ത് വെട്ടിച്ച് വണ്ടികൾ കൊണ്ട് ഓടാനും ലൈസൻസും എല്ലാ പേപ്പേഴ്സും പക്കയായിട്ടും വണ്ടിയും കൊണ്ട് ഓടേണ്ടി വരുമെന്നുള്ളൊരു അവസ്ഥ വളരെ നിസ്സഹായമൊരു അവസ്ഥയാണ്. എനിക്കിപ്പോൾ എന്തായാലും നല്ല യൂസാണ് ഈ ഒരു കൊണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ വണ്ടി ഓട്ടിക്കൂ. എൻ്റെ അനിയന് വണ്ടി ചോദിച്ചാൽ കൊടുക്കണ്ട. കാരണം ഞാനാണ് ഇതിൻ്റെ RC ഓണർ. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂയിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്.